രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലയിട്ടു. അവയവമാറ്റ ആശുപത്രി ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മാതൃകാ ഇടപെടലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവയവമാറ്റ ആശുപത്രിയിലൂടെ സമാനതകളില്ലാത്ത സ്ഥാപനമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൻ്റെ മറ്റൊരു മാതൃകാപരമായ ഇടപെടലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സ്ഥാപനത്തിലൂടെ നടക്കുന്നത്. ആരോഗ്യരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേറ്റവും പ്രധാനമാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ. സാധാരണഗതിയിൽ പല കുടുംബങ്ങൾക്കും താങ്ങാനാവാത്ത ചിലവാണ് വരുന്നത്. അതിൻ്റെ വിഷമം ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് ഇവിടെ ഇത്തരമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനാകും എന്ന നിർദ്ദേശം വരുന്നത്. ചേവായൂരിലെ ത്വക്ക് ആശുപത്രി വളപ്പിലെ 20 ഏക്കർ സ്ഥലത്താണ് രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവൃത്തികൾക്ക് 299 കോടി രൂപയാണ് ചെലവ്. ഇതിനു പുറമെ ഉപകരണങ്ങൾക്കായി 99 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ICU, HDU സൗകര്യങ്ങൾ, ഡയാലിസിസ് സെന്റർ, 10 ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ 350 കിടക്കകൾ ഉണ്ടാകും. 14 സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷനുകളും ഉണ്ടാകും. 8 നിലകളിലായാണ് നിർമ്മാണം നടക്കുക. അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങളും എല്ലാത്തരം അവയവമാറ്റ ശസ്ത്രക്രിയകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.